നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് മെസ്സേജസ് എന്താണ്, ഈ ഒരു സമയത്ത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിനെ അലട്ടുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോട് എത്രമാത്രം പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ഓരോ കാർഡ്സ് എടുത്തിട്ട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പോലെ റീഡിംഗ് നോക്കുന്നുണ്ട്. സോ നല്ല പോലെ പ്രാർത്ഥനയോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് ലഭിക്കാൻ നല്ലതുപോലെ പ്രാർത്ഥനയോടെ റീഡിംഗ് കാണുക. പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ആക്സസ് ക്ലിയർ തിങ്കിങ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സപ്രഷൻ എന്നുള്ളൊരു കാർഡാണ്. ദെൻ ബിക്കം മോർ ഒബ്ജക്റ്റീവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഐസൊലേഷൻ എന്നുള്ളൊരു കാർഡാണ്. ദെൻ എക്സ്പ്ലോർ യുവർ ആൻസിസ്ട്രി എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ബ്രേക്ക് ത്രൂ എന്നുള്ളൊരു കാർഡാണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ കണ്ടംപ്ലേറ്റ് ഡെത്ത് ആൻഡ് ബിയോണ്ട് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കൺട്രോൾ എന്നുള്ളൊരു കാർഡാണ്. ദെൻ ലാസ്റ്റ് വൺ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് എനർജി ബ്രേക്ക് അഡിക്ഷൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് എക്സോഷൻ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ആദ്യം തന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സോഡിയക് സൈൻസും പ്രസന്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ പ്രോമിനന്റ് ആയിട്ട് കാണുന്ന നമ്പേഴ്സ് നമ്പർ 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട്, 11, 1, 4, 13, 6, 29, 28, 21 ആൻഡ് 16 എന്നുള്ള നമ്പർ. ഇത്രയും നമ്പേഴ്സ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ പേഴ്സന്റെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഏജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാധാന്യമുള്ള ഒരു ദിവസമോ ആകാനുള്ള ഒരു സാധ്യത ഇവിടെ കൂടുതലാണ്. അതേപോലെ തന്നെ ജാനുവരി, ഏപ്രിൽ, സെപ്റ്റംബർ, ഒക്ടോബർ ആൻഡ് ജൂൺ ഈ മന്ത്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കാം. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ബർത്ത് മന്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനമേറിയ ഒരു ദിവസം ഈ ഒരു മന്തിൽ വരുന്നുണ്ടാകാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീയതിയോ ഡേറ്റോ അല്ലെങ്കിൽ മന്തോ ഒക്കെ ആകാം ഇത്. സോ നിങ്ങൾക്ക് അത് എത്രമാത്രം റെസനേറ്റ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് നോക്കൂ, ആക്സസ് ക്ലിയർ തിങ്കിങ് എന്നുള്ള ഒരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സപ്രഷൻ എന്നുള്ള ഒരു കാർഡാണ്. ഓക്കെ, സോ ഇവരുടെ മൈൻഡിന്റെ ആ ഒരു ഫീലിങ്സിനെ അല്ലെങ്കിൽ മൈൻഡിന്റെ ആ ഒരു ചിന്താഗതികളെ ഒക്കെ ഒരു സമയത്ത് സപ്രസ് ചെയ്ത് വെച്ചിരുന്നു ഈ ഒരു വ്യക്തി. അല്ലെങ്കിൽ ചില ആളുകളുടെ മേ ബി തേർഡ് പാർട്ടിയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഇവർ സപ്രസ് ചെയ്ത് വെച്ചിരുന്നു. നിങ്ങളോടുള്ള ഒരു സ്നേഹം, നിങ്ങളോടുള്ള ഒരു പ്രണയമൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിരുന്നു ഈ ഒരു വ്യക്തി. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് കാരണം ഇവർക്ക് അങ്ങനെ നിങ്ങളോട് പെരുമാറേണ്ടി വന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇവർ ഒരുപാട് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഇവരുടെ ചിന്തകളിൽ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. പലതിനെ കുറിച്ചും ഡീപ്പായിട്ടും വളരെയധികം ഇമോഷണൽ ആയിട്ടും ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇവർ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്നേഹം മുഴുവനും അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഫീലിങ്സ് മുഴുവനും ഇവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവർ നിങ്ങൾക്ക് മുൻപിൽ എല്ലാം ഓപ്പൺ അപ്പ് ആകാൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു യാഥാർത്ഥ്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഇവർ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങൾ, ഹൈഡ് ചെയ്തു വെച്ചിട്ടുള്ള ചില സീക്രട്സ് നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലാരിറ്റി ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള ചില ചിന്തകൾ, തീരുമാനങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകും. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം പലതിനെയും എക്സ്പ്രസ് ചെയ്യാൻ ഈ വ്യക്തി മടി കാണിച്ചിരുന്നു. നിങ്ങളുടെ അടുത്ത് ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള വ്യക്തിയോട് പൂർണ്ണമായിട്ടും ഒരു യെസ് മൂളാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആയിരുന്നു, കമ്മിറ്റ്മെന്റ് തരുന്നില്ല എന്നുള്ളത് മേ ബി ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ വളരെയധികം ഒരു ഓവർ കൺട്രോളിങ് കൊണ്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ തെറ്റിദ്ധാരണ നിമിത്തമോ ഒക്കെ ആകാം. സോ തീർച്ചയായിട്ടും ആ ഒരു ക്ലാരിറ്റിയാണ് ഇവരുടെ തോട്ട്സിൽ, ഇവരുടെ ചിന്തകളിൽ ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇവർ ഒരുപാട് സപ്രസ് ചെയ്തു വെച്ച ആ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.
നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ബിക്കം മോർ ഒബ്ജക്റ്റീവ്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നോക്കൂ, ഐസൊലേഷൻ എന്നുള്ളൊരു കാർഡാണ്. അതായത് ഒരു സമയത്ത് ഈ വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരുന്നു. അതായത് സ്വന്തം കാര്യങ്ങൾ, സ്വന്തം കരിയർ, സ്വന്തം ഒരു വെൽത്ത് അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നു. സ്വയം വേദന ഉണ്ടാകുമ്പോൾ അതിനെ വളരെ വലുതാക്കി കാണിക്കുക, നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ ഇമോഷൻസിനെ ഒക്കെ ഒരു തരത്തിലുള്ള വാല്യൂ തരാതെ, നിങ്ങൾക്ക് ഒരു വിലയും തരാതെ മാറ്റി നിർത്തിയിരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം ഈ വ്യക്തി ഒരിക്കലും ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പ്രണയത്തെ കാണിക്കാൻ, അതായത് എപ്പോഴും സപ്രസ് ചെയ്ത് വെക്കുന്ന എനർജി, ഒരിക്കലും എക്സ്പ്രസീവ് അല്ല. എല്ലാ കാര്യങ്ങളും മറച്ചു പിടിച്ചുകൊണ്ട് സംസാരിക്കുക, മനസ്സിൽ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് പറയാതിരിക്കുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല ഈ വ്യക്തി യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണോ, ഇനി കബളിപ്പിക്കുകയാണോ, ഇനി മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടോ, തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ലൈഫിലുണ്ടോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, വന്നിട്ടുണ്ടാകാം. കാരണം എപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ച് പെരുമാറുന്ന ഒരു പേഴ്സൺ. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നോക്കൂ, ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണ്, ഐസൊലേഷൻ എന്നുള്ളൊരു എനർജിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് തീർത്തും ഒറ്റപ്പെട്ടു പോയി, ഒരാളും സപ്പോർട്ടിനില്ല, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ഇപ്പോൾ നിങ്ങളിൽ നിന്നും ബ്രേക്കായി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്റ്റിലോട്ട് എത്തിയിരിക്കുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഈ വ്യക്തി ഇത്രയും ഒരു ഡിപ്രഷൻ ഫേസിൽ എത്തിപ്പെടും, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുമെന്ന് ചിന്തിച്ചിരുന്നില്ല. തേർഡ് പാർട്ടി ചിലപ്പോൾ സപ്പോർട്ടിന് ഉണ്ടാവും എന്ന് കരുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ, തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയാണ്, ഐസൊലേഷൻ ആണ്. പ്രാക്ടിക്കലായിട്ട് മാത്രം ചിന്തിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയ അവസ്ഥയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എക്സ്പ്ലോർ യുവർ ആൻസിസ്ട്രി എന്നുള്ളൊരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ബ്രേക്ക് ത്രൂ എന്നുള്ളൊരു കാർഡാണ്. സോ ഇവിടെ കുറച്ചു പേർക്കെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് പോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേഷൻ ആണ് നിങ്ങൾക്കിടയിൽ ഉള്ളതെങ്കിൽ അതിന്റെ ഒരു കാരണം ചിലപ്പോൾ ഈ വ്യക്തിയുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അതായത് അടുത്ത റിലേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ചില ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ആകാം. സോ അവരെന്ത് ചെയ്യുന്നു, ഈ വ്യക്തിയെ വളരെയധികം ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ബൗണ്ടറി സൃഷ്ടിച്ചിരിക്കുന്നു. ചില കാരണങ്ങൾ പറഞ്ഞ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ഡൗൺ ആക്കിയിരിക്കുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണ്. നിങ്ങൾക്കിടയിൽ പഴയ ഒരു സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ തീർച്ചയായിട്ടും ഇവിടെ കുറച്ചു പേർക്കെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു ഇടപെടൽ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ, റിലീസ് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഈ വ്യക്തി തീർച്ചയായിട്ടും റിലീസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കി അതിന്റെ ആ ഒരു ചിന്തകൾ തന്നെ ഇവർക്ക് ഒരുപാട് വരുന്ന ഒരു സമയമാണ്. കാരണം ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, പല കാര്യങ്ങളും തെറ്റായി പോയി, അല്ലെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കണ്ടംപ്ലേറ്റ് ഡെത്ത് ആൻഡ് ബിയോണ്ട് എന്നുള്ളൊരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കൺട്രോൾ എന്നുള്ളൊരു കാർഡാണ്. സോ ഇവിടെ ഒരുപാട് പേർക്ക് സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുണ്ട്. അതായത് ട്രൂ സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് പേർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. കാരണം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ മാത്രമുള്ളതല്ല, ബിയോണ്ട് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ഒരു ജന്മത്തിൽ മാത്രം പരിചയപ്പെട്ട അല്ലെങ്കിൽ കണക്ഷനിലായ ആളുകളല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ആളുകളാണ്. മേ ബി നിങ്ങൾക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ടാകും. നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിന് പലപ്പോഴും ഈ വ്യക്തി കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് അതൊരിക്കലും മനസ്സിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല, മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തിക്കും അറിയാം നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ട്, അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ മുജ്ജന്മ ബന്ധം നിങ്ങൾക്കിടയിലുണ്ട്, ഒരു ഡിവൈൻ കണക്ഷൻ ആണ് എന്ന് ഈ വ്യക്തിയും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി എത്ര വിചാരിച്ചാലും, എത്ര തന്നെ ഈ വ്യക്തി പല രീതിയിലും സപ്രസ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനൊക്കെ, നിങ്ങളോടുള്ള ഇമോഷൻസ് ഒക്കെ സബ്സൈഡ് ചെയ്ത് വെക്കാനൊക്കെ നോക്കി. പക്ഷേ ഒരിക്കലും നിങ്ങൾ എന്നുള്ള ആ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്ങിനെ ഒരിക്കലും മാറ്റി വെക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല.
കാരണം ചിലർക്കെങ്കിലും ചിലപ്പോൾ സിറ്റുവേഷൻ വൈസോ അല്ലെങ്കിൽ ഫാമിലിയുടെ നിർബന്ധം കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്നത്, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കാം മാറി നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ മറക്കാൻ ഒരിക്കലും ഈ വ്യക്തിക്ക് സാധ്യമല്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ ലാസ്റ്റ്ലി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ബ്രേക്ക് അഡിക്ഷൻ എന്നുള്ളൊരു കാർഡാണ്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് എക്സോഷൻ എന്നുള്ളൊരു കാർഡാണ്. അതായത് ചിലർക്കെങ്കിലും അഡിക്ഷൻസ് ഉണ്ട്, മേ ബി ഓവർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടാകാം, അഡിക്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈ വ്യക്തി ഒരുപാട് അഡിക്റ്റഡ് ആണ്. ചില ആളുകളുടെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ചിലപ്പോൾ തേർഡ് പാർട്ടിയെ ഭയന്നിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ വന്നിട്ടോ മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജിയിൽ വന്നിട്ടോ ഒക്കെ ആകാം. പക്ഷേ ചിലപ്പോഴെങ്കിലും സപ്രസ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു സപ്രഷൻ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള തേർഡ് പാർട്ടി കൺട്രോളിങ് ഇവരെ ഒരുപാട് എക്സോസ്റ്റഡ് ആക്കി, ഇവർ ടയേർഡ് ആയി. ഇനിയും ഇവർക്ക് ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം, ഈ ഒരു ഫീലിങ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കാൻ സാധ്യമല്ല. നിങ്ങളോടെല്ലാം എക്സ്പ്രസ് ചെയ്യണം. നിങ്ങളോട് മറച്ചു പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് മറച്ചു പിടിച്ചിട്ടുള്ള സീക്രട്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ റെഡി ആകുന്നു. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹമുണ്ട്. കാരണം ഇവർക്ക് വളരെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അത്രമാത്രം പെയിൻഫുള്ളി ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളുടെ അടുത്ത് ഒരു ക്ലാരിറ്റി, തോട്ട് ക്ലാരിറ്റി അല്ലെങ്കിൽ ഫീലിംഗ്സിൽ ക്ലാരിറ്റി നൽകണമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടിയുടെ പ്രസൻസും തീർച്ചയായിട്ടും ചില ഹൈഡിങ് നേച്ചർ ഇവിടെ ഈ റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാത്തിന്റെയും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് നൽകുമെന്നാണ് ലഭിച്ചിട്ടുള്ളത്, നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സ്റ്റക്ഡ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് സിറ്റുവേഷൻ, ആങ്സൈറ്റി സിറ്റുവേഷനിൽ നിങ്ങളോട് എന്ത് കാര്യം പറയണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് എന്ന് കൂടി നോക്കാം. ഫസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഡോണ്ട് വാണ്ട് ടു ലെറ്റ് യു ഗോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകരുത്, അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്നും, ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഈ വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്യുന്നത് ഒരിക്കലും ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി ഈ വ്യക്തിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കാത്ത, പ്രകടമാക്കാത്ത ഒരവസ്ഥയാണ് എങ്കിൽ കൂടിയും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാനോ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോകുന്നതോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് ഇവർക്ക് വളരെയധികം ഇവരെ ഡിപ്രസ്ഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും വളരെ പെയിൻഫുൾ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നു. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ആർ കോൾഡ് ആസ് ഐസ്. അതായത് നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിയെ അത്രമാത്രം ഒരു കംഫർട്ടായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോഴുള്ള ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് ശാന്തത, ഒരുപാട് റിലാക്സേഷൻ ഫീൽ ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഗുഡ് ലിസണേഴ്സ് ആയിരിക്കാം. നിങ്ങൾ എല്ലാ കാര്യവും, ഈ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെയും കേൾക്കാൻ മനസ്സ് കാണിച്ച വ്യക്തികളാണ്. അല്ലെങ്കിൽ ഇവരെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യാൻ, നല്ല പോലെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഏതൊരു വിഷമാവസ്ഥയിലും നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, ചേർത്ത് പിടിച്ചിരുന്നു, ഇവരെ സാരമില്ല എന്ന് പറഞ്ഞ് ഇവരെ കംഫർട്ട് ചെയ്യിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇവർ നിങ്ങളുടെ ആ ഒരു കംഫർട്ടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ മിസ് യു. കണ്ടോ, വീണ്ടും മിസ്സിങ്, സ്ട്രോങ് മിസ്സിങ് ആണ്. നിങ്ങളുടെ അടുത്ത് വരണം, എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കംഫർട്ടിലോട്ട് തിരികെ വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ അടുത്തില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തല്ലോ, നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അകറ്റി നിർത്തിയല്ലോ, അങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോയതിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവരെ കൺട്രോൾ നിർത്തിയപ്പോൾ ഇവർ അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതൊക്കെ കരുതി ഈ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിങ്ങളെ സ്ട്രോങ്ലി മിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ നോ ഐ ഹാവ് ഹേർട്ട് യു.
കണ്ട ഒരു കുറ്റസമ്മതം പോലെ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപത്തോടെയാണ് ഈ വ്യക്തി ഇത് പറയുന്നത്. ഈ വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ ഈ വ്യക്തി സമ്മതിക്കുന്നുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾ ഈ വ്യക്തി കാരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഹേർട്ടഡ് ആയിട്ടുണ്ട്, ഒരുപാട് വേദന, ഒരുപാട് തീ തിന്നിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെയും ഈ വ്യക്തിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട്, തീർച്ചയായിട്ടും പശ്ചാത്തപിക്കുന്നുണ്ട്, നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ളത് യു ഡോണ്ട് നോ ഹൗ സോറി ഐ ആം. അതായത് ഈ വ്യക്തി പറയുന്നത് നോക്കി എത്ര മാത്രം ഇവരുടെ മനസ്സ് ഓരോ നിമിഷവും നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ നിമിഷവും പശ്ചാത്തപിക്കുന്നുണ്ട്, നിങ്ങളോട് ചെയ്തു പോയതിനും നിങ്ങളെ വിഷമിപ്പിച്ചതിനും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടെത്തിച്ചതിനും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും ഒക്കെ ഒരുപാട് ഈ വ്യക്തിയുടെ മനസ്സ് നേറുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് പറയാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഓരോ നിമിഷം അനുനിമിഷം എന്ന് പറയുന്ന പോലെ ഈ വ്യക്തിയുടെ മനസ്സ് അത്രമാത്രം വിഷമിക്കുകയാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും റിഗ്രറ്റ് ഫീലിംഗ്, ഡീപ്പ് റിഗ്രഷൻ, ഡീപ്പ് സ്ട്രോങ് ഫീലിംഗ്സ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത്. ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും പെർമനന്റ്ലി മാറി നിൽക്കണമെന്ന് ചിന്തിക്കുന്നില്ല. ഒരിക്കലും ഈ വ്യക്തിക്ക് അതിന് സാധ്യമല്ല. നിങ്ങൾ ഇനി ഈ വ്യക്തിയെ മാറ്റി നിർത്തിയാൽ കൂടി ഈ വ്യക്തിക്ക് അതൊരിക്കലും സാധ്യമല്ല. ഈ ഒരു അഡിക്ഷൻസ്, ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് തന്നെയാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യണം നിങ്ങളുടെ വ്യക്തിയുടെ മാറ്റം, നിങ്ങളുടെ വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ, പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക. തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ചസിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ കംബാക്ക്, റീയൂണിയൻ അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം, കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അത് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം, അതേപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് എഴുതാം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസിന് നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാം. അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാം. കാരണം നിങ്ങൾ താങ്ക് യു റീറൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.